എന്റെ മകനെ ഇതുവരെ അവർ കണ്ടെത്തിയിട്ടില്ല. എന്റെ മകനെത്താ ഇന്ന് 8 ദിവസമായിട്ട് എന്റെ മകനെത്താ ഇവരാരും കണ്ടെത്തിയില്ല. ഈ ഗവൺമെന്റ് ആരും കണ്ടെത്തിയില്ല എന്റെ മകനെ. ഇവർ തിരക്കേറിയില്ല. എന്റെ മകനെത്താ തന്നെ വിട്. പോയാലും ഞങ്ങളുടെ മക്കളുടെ ജീവന് വിലയില്ലേ? അപ്പൊ നിങ്ങളിവിടെ എന്തിനാട്ടാണ് ഇരിക്കുന്നത്? ഇങ്ങനെ ഒരു ചെറുക്കം പോയിട്ട് ഇന്ന് 8 ദിവസമായി. ഒരു മന്ത്രി, ഒരു കലക്ടർ, ഒരു മുഖ്യമന്ത്രി ആര് വന്ന് ഈ ഭവനം സന്ദർശിച്ചിട്ടില്ല. 8 ദിവസം ഈ മന്ത്രി ഈ കുടുംബങ്ങളോട് സംസാരിച്ചിട്ടില്ല. നീണ്ടകരയിലേക്കോ മുതലപ്പുഴയിലേക്കോ തിരുവനന്തപുരത്തേക്കോ പോയിട്ടില്ല. ഈ മന്ത്രിക്ക് ഇപ്പോഴും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ട് പോലുമില്ല. കാര്യം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹത്തിനില്ല. മന്ത്രിസഭ അധികാരമേറ്റ ഒരു മന്ത്രി അധികാരമേറ്റതിന് ശേഷം കുറെ അധികം നാളുകൾക്ക് ശേഷമായിരിക്കും ഈ മന്ത്രി അത്ര പോരാ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങുക. പക്ഷേ 2 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ ഒരു തികഞ്ഞ പരാജയമാണ്, ഒരു തോൽവിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾ അത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളത് നമുക്കറിയാലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ. അത് നമുക്കറിയാലോ, തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടിയുടെ വിലയാണ്.